الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നതിനു വേണ്ടി വിശ്വാസികളെല്ലാം യാത്ര തുടങ്ങി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അവർക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഖിബലയാകുന്ന പരിശുദ്ധ കഅബയും ആ കഅബയുടെ പരിസരത്തുള്ള മസ്ജിദുൽ ഹറാമും അതിനോടനുബന്ധമായതും മുഴുവനും നമ്മുടെ ഖൽബിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വല്ലാത്ത സന്ദർഭമാണ്. പ്രിയമുള്ളവരെ, മക്കയും മക്കയിലുള്ളതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭൂതി തന്നെയാണ്. പരിശുദ്ധ മക്കയും മക്കയിലുള്ളതും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഹറമിന്റെ പരിധിയുണ്ട്. ആ ഹറമിന്റെ പരിധി അല്ലാഹുവിങ്കൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സയ്യിദുന ഇമാം അൽ ഹുനഫാ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ നിയോഗിച്ചുകൊണ്ടാണ് ഹറമിന്റെ പരിധി നിശ്ചയിച്ചത്. അല്ലാതെ ഗവൺമെന്റ് ഇഷ്ടം പോലെ ചെയ്തതല്ല. ഹറമിന്റെ പരിധി നിശ്ചയിച്ചത് അള്ളയാണ്. ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് വഹി നൽകിയിട്ടാണ്. നമ്മുടെ റസൂൽ സയ്യിദുന ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് വീണ്ടും ഹറമിന്റെ പരിധി പുതുക്കുകയുണ്ടായി. എന്നാൽ തൂഫാൻ, മഹാനായ റസൂലുള്ളാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലുള്ള തൂഫാൻ, ആ തൂഫാനിന് ശേഷം കഅബയെ പടുത്തുയർത്തിയത് സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും സയ്യിദുന ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ് അലൈഹിമസ്സലാം. വലിയ അത്ഭുതമാണത്. അള്ളാഹുവിന്റെ ഖുർആനിൽ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 127-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യം പറയുന്നുണ്ട്. എന്താ അള്ളാഹു പറയുന്നത്? وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിമസ്സലാം ആ ഭവനത്തിന്റെ കഅബയുടെ അടിത്തറ കെട്ടി ഉയർത്തിയ സന്ദർഭം അത് നിങ്ങൾ ഓർക്കണം എന്നാണ്. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്ത്? ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ ഈ കഅബയെ വീണ്ടും അതിന്റെ തൽസ്ഥാനത്ത് തന്നെ അതിനെ കെട്ടിപ്പടുക്കുക എന്നത്, ആ പ്രവൃത്തി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. തീർച്ചയായിട്ടും നീ ആരാണ്? എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നതാണ്. അല്ലാഹു അക്ബർ കബീറ. പ്രിയപ്പെട്ടവർ, വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ഈ പരിശുദ്ധമായ മക്ക എന്നത് ഒരു രാജ്യത്തിന്റെ പേര് മാത്രമല്ല. ആ രാജ്യത്തിന്റെ പ്രത്യേകത വിശാലമാണ്.
ആ രാജ്യത്തിന്, മക്ക എന്ന് പറയുന്ന പ്രദേശത്തിന് ബക്ക, ബലദുൻ അമീൻ, ഉമ്മുൽ ഖുറ എന്നൊക്കെ വിവിധ പേരുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ സാധിക്കും. നിരവധി പേരുകൾ, എല്ലാം ആയത്തിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ മക്ക വിശാലമാണ്. മക്കയുടെ ശ്രേഷ്ഠതകൾ അതിവിശാലമാണ്. മക്കയുടെ പവിത്രത എത്ര പറഞ്ഞാലും തീരാത്തതാണ്. നോക്കൂ, അതിൽ ഒന്നാമതായി ആദ്യമായി മക്കയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്ക മുഴുവനും ഹറമാണ്. മക്ക ഹറമാണ് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മക്കയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, മക്കയിൽ പോയി വരുന്നവരുണ്ട്. എന്നാൽ ആ മക്ക എന്ന് പറയുന്നത് മുഴുവനും ഹറമാണ്. ഞാൻ പറയില്ല, അള്ളാഹു പറയാണ്. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തുൻ നംൽ 91-ാമത്തെ ആയത്ത് എന്താ അള്ളാഹു പറഞ്ഞതറിയോ? ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ رب هذه البلدة التي حرمها وله كل شيء وأمرت أن أكون من المسلمين. പറയുക നബി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ വേണ്ടി നബിയോട് പറയാണ്, ഈ രാജ്യത്തെ അഥവാ മക്കയെ പവിത്രമാക്കി തീർത്ത, ഹറമാക്കി തീർത്ത ഇതിന്റെ റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വസ്തുവും അവന്റേതത്രേ. ഞാൻ കീഴ്പ്പെടുന്നവരുടെ മുസ്ലിമുകളുടെ കൂട്ടത്തിലായിരിക്കണമെന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലോകരോട് പറയുക നബിയെ. നോക്കൂ, അവിടെ അല്ലാഹു ഉപയോഗിച്ചെന്തറിയോ? ഹറമഹ. അതിനല്ലാഹു പവിത്രമാക്കിയിരിക്കുന്നു, ഹറമാക്കിയിരിക്കുന്നു. മക്ക മുഴുവനും പവിത്രമാണ്. മക്കയുമായി ബന്ധപ്പെട്ട ആദാബുകളൊക്കെ മക്കയിലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് പുസ്തക രൂപത്തിലും CD രൂപത്തിലും പല രീതിയിലും അവർക്ക് നൽകാറുണ്ട്. എത്രത്തോളം വെച്ചാല് മക്ക പവിത്രമായത് എന്നു മുതൽക്കാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ, പ്രിയപ്പെട്ടവരെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ മക്കയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം തെരഞ്ഞെടുക്കുകയും പവിത്രമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. മക്ക അത്ര പവിത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖ അസ്സമാവാതി വൽ അർദ് ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമah. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ ഈ നാട് അഥവാ പരിശുദ്ധ മക്ക അല്ലാഹു പവിത്രമാക്കിയിരിക്കുന്നു എന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ. എത്രത്തോളം? ഖിയാമത്ത് നാൾ വരേക്കും. എന്താ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? അന്ത്യനാൾ വരേക്കും, ഖിയാമത്ത് നാൾ വരേക്കും അത് പവിത്രമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവർ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. രണ്ടാമതായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മക്കയെ, പരിശുദ്ധ മക്കയെ സുരക്ഷിത കേന്ദ്രമാക്കിയിരിക്കുന്നു എന്ന്. സുരക്ഷിത കേന്ദ്രമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 125-ാമത്തെ ആയത്ത് നമ്മൾ ഓതി വെച്ചത് ആമുഖമായതാണ്. എന്താ ആയത്തിലുള്ളത്? വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ അൻ തഹ്ഹിറ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന വറുക്അഇ സുജൂദ്. 3 കാര്യങ്ങൾ പ്രധാനമായി. ഒന്നാമത്തേത്, ആ കഅബയെ, ഭവനത്തെ ജനങ്ങൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാക്കിയിരിക്കുന്നു അല്ലാഹു തആല, മസാബത്തുൽ ലിന്നാസ്. രണ്ടാമത്തേത്, അംനൻ, ഒരു സുരക്ഷിത കേന്ദ്രവുമാക്കിയിരിക്കുന്നു. അതിൽ നിശ്ചയിച്ചതും ഓർക്കുക എന്നാണ്. അല്ലാഹു തആല നമ്മോട് സ്മരിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് മൂന്നാമതായി പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന് പ്രാർത്ഥിച്ച ആ മഖാമു ഇബ്രാഹിമിനെ നിങ്ങളും നിസ്കാരത്തിന്റെ വേദിയായി സ്വീകരിക്കണം എന്നാണ്. നാലാമതായി ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട് അല്ലാഹു തആല പറഞ്ഞത് ശിർക്കിൽ നിന്നും മറ്റെല്ലാ തിന്മകളിൽ നിന്നും റുക്കൂ ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും നിന്ന് നിസ്കരിക്കുന്നവർക്കും വേണ്ടി നിങ്ങൾ ആ കഅബാലയത്തെ ശുദ്ധമാക്കി വെക്കണമെന്നാണ്. 4 കൽപ്പനകൾ. 4 കൽപ്പനകൾ. അതില് 1, 2 എന്താ? വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ. അല്ലാഹു തആല കഅബയെ ജനങ്ങൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നിശ്ചയിച്ചത് ഓർക്കുക എന്നാണ്. ആ ഒരു ആയത്തിന്റെ ആദ്യ ഭാഗത്തിൽ 2 കാര്യങ്ങളുണ്ട്. 1, മനുഷ്യർക്ക് മടക്കസ്ഥാനമാണ് കഅബ. 2, സുരക്ഷിതത്വം നൽകുന്നതാണ് കഅബ. വിശിഷ്യ കഅബയും കഅബയുടെ പരിസരത്തുള്ള മക്കയും. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? മസാബത്തൻ ലിന്നാസ്. ഐ
മർജിഅൻ ലഹും, അവർക്ക് മടങ്ങിപ്പോകാനുള്ള സ്ഥലം. എത്രത്തോളം? മജ്മഅൻ. ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറയാണ്, ഇഖ്രിമ റഹിമഹുല്ലാഹ് പറയാണ്, മജ്മഅൻ, അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള സ്ഥലം. എത്രത്തോളം? മഹാനായ മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യഅതൂന ഇലൈഹി മിൻ കുല്ലി ജാനിബിൻ വയഹജ്ജൂൻ, അവർ എല്ലാ ഭാഗത്തു നിന്നും, ഇന്നത്തെ അവസ്ഥയിലും അങ്ങനെ തന്നെ, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അതിന്റെ അടുക്കൽ വന്നിട്ട്, ആ കഅബാലയത്തിലേക്ക് വന്നിട്ട്, അവിടേക്ക് വന്നിട്ട് അവർ ഹജ്ജ് ചെയ്യുന്നു. മതാബത്തൽ ലിന്നാസ്. ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മുഫസ്സിറുകളുടെ വാക്ക് കടമെടുത്താൽ, കഅബ എന്ന് പറഞ്ഞാൽ നാം മനുഷ്യർക്ക് ഹൃദയബന്ധമുള്ള, തിരിച്ചു ചെല്ലാനുള്ള ഒരു ഇടമാക്കിയത് നിങ്ങൾ ഓർക്കുക എന്നാണ്. എത്രത്തോളം അറിയോ? അവിടെ നിന്ന് വിട്ടുപോന്നാലെല്ലാം എപ്പോഴൊക്കെ കഅബയെ കണ്ട് തിരിച്ചു പോരുന്നു അവനവന്റെ നാട്ടിലേക്ക്, വീണ്ടും വീണ്ടും അവർ അവിടേക്ക് തിരിച്ചു ചെല്ലുന്നു. തിരിച്ചു ചെല്ലാനുള്ള ഒരു വല്ലാത്ത തഅല്ലുഖ്, ഒരു ബന്ധം ആ കഅബക്ക് മനുഷ്യരേക്കുണ്ട്. ഈ ലോകത്ത് പോയാൽ പിന്നെയും പോണെന്ന് തോന്നുന്ന ഒരൊറ്റ സ്ഥല വിശ്വാസികളുടെ ഏതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയാണ്. ചെല്ലുന്നവരെല്ലാം പറയും, ഇപ്രാവശ്യം ഹജ്ജിന് പോയവരോട് ചോദിക്കും, നിങ്ങൾ ആഗ്രഹം എന്താണ്? അവര് പറയും, അടുത്ത കൊല്ലം പോകണം, വീണ്ടും കഅബ കാണണം. അതാണ് മസാബത്തുൽ ലിന്നാസ്. ജനങ്ങൾ സമ്മേളിക്കുന്നു പറഞ്ഞതാണ്, അവരുടെ ഖൽബ് എപ്പോഴും അവിടേക്കാണ്. ഒരിക്കൽ പോയവന്റെ ഖൽബ് വീണ്ടും അവിടേക്കാണ്. ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിപ്പോരാൻ നമ്മൾ ആഗ്രഹിക്കും. അവനവന്റെ സ്ഥാപനത്തിന് ഇറങ്ങിപ്പോരാൻ ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെന്ന് പറയുന്നിടന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാൻ തോന്നും. പക്ഷേ ഒരിക്കലും ഒരു വിശ്വാസിക്ക് മരണം വരെ എത്രത്തോളം അറിയോ ആളുകൾ ആഗ്രഹിക്കുന്നു, അവിടെ നിന്ന് മരിച്ചെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അതേതാ? അതാണ് മസാബത്തുൽ ലിന്നാസ്. അല്ലാഹു അക്ബർ കബീറ. അല്ലാഹു സന്ദർശിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം തരും. രണ്ടാമത്തെ കാര്യം അംനൻ, നിർഭയത്വമാക്കിയിരിക്കുന്നതാണ്. നിർഭയത്വമുള്ള കേന്ദ്രം. അതിനെ, ആ കഅബയെ, അതിന്റെ പരിസരത്തുള്ളതിനെ, വിശുദ്ധ മക്കയെ നാം അവർക്ക് നേരെ അക്രമങ്ങളൊന്നും ഉണ്ടാകാത്ത വിധം അതിന് നിർഭയത്വമുള്ളതാക്കിയതാണ്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാൻ 97-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം അറിയോ? വമൻ ദഖലഹു കാന ആമിന, വമൻ ദഖലഹു കാന ആമിന, ആര് ആ മക്കയിൽ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണെന്നാണ്. വഖൗലുഹു വമൻ ദഖലഹു കാന ആമിന, ആര് മക്കയിൽ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണ് എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഹസനുൽ ബസ്രിയും റഹിമഹുമുല്ലാഹ് അതുപോലുള്ള അഹ്ലുസുന്നയും പഠിപ്പിക്കുന്നതറിയോ? യഅനി ഹറമു മക്ക, മക്കയിൽ പ്രവേശിക്കുന്നവർ, പരിശുദ്ധമായ ഹറമിൽ പ്രവേശിക്കുന്നവർ, ഇദാ ദഖലഹുൽ ഖായിഫു യഅമനു മിൻ കുല്ലി സൂ, ഭയമുള്ളവരാൾ, പേടിയുള്ളവരാൾ ആ മക്കയിൽ പ്രവേശിച്ചാൽ എല്ലാ ദൂഷ്യത്തിൽ നിന്നും ഭയപ്പാടിൽ നിന്നും അയാൾ സുരക്ഷിതനാകും. അഥവാ അവന് നേരെ വരുന്ന ആപത്തുകൾ, ഉപദ്രവങ്ങൾ, അക്രമങ്ങൾ, ഇതിൽ നിന്നെല്ലാം നിർഭയനാകും. വകദാലിക കാന അംറു ഫീ ഹാലിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിൽ പോലും മക്ക അങ്ങനെയായിരുന്നു, കഅബ അങ്ങനെയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് കഅബയുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് പറയുമ്പോ ജാഹിലിയത്തിൽ പോലും അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ജാഹിലിയത്തിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു, കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ മുഴുവനും അവിടെ ഉണ്ട്, ഉടനെ കൊല്ലും. സ്വാഭാവികമാണ്, അന്നത്തെ ഒരു രീതി ഇതാണ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നത് അവര് സ്വീകരിച്ച രീതിയാണ്. എന്നാൽ കൊന്നവൻ അവൻ സൂഫ്, കട്ടിയുള്ള ഒരു കമ്പിളി വസ്ത്രം ധരിച്ച് അവൻ ഹറമിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രവേശിക്കുന്നവൻ ഹറമിൽ കാണുന്നു കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ, മക്കൾ, കുടുംബക്കാർ. പക്ഷേ ഒരു ചെറുവിരൽ പോലും ഒരു പൊന്തിക്കൂല അവർക്ക് നേരെ. കാരണം എന്താ? ഹറമാണ്, പരിശുദ്ധമാണ്. എത്രത്തോളം അറിയോ? അയാൾ എന്ന് ഹറമിൽ നിന്ന് പുറത്തിറങ്ങുന്നുവോ അന്നേ ഇവര് തിരിച്ചയാൾ ഉപദ്രവിക്കുള്ളൂ. അപ്പൊ അയാൾ കാലാകാലം അവിടെ കിടന്നാൽ അയാൾക്ക് കാലാകാലം നിർഭയനായി ജീവിക്കാൻ മാത്രം. ജാഹിലിയത്തിൽ പോലും മക്കയും മക്കയിലുള്ളതും പരിശുദ്ധമാണ്, ഇസ്ലാമിൽ പ്രത്യേകിച്ച് അത്രയും നിർഭയത്വമാണ്. വഖാല ഇബ്നു അബി ഹാതിം, അദ്ദേഹത്തിന്റെ തഫ്സീർ അദ്ദേഹം ഉദ്ധരിക്കുകയാണ് മഹാനായ സഈദ് ബിൻ ജുബൈറിനെ തൊട്ട്, അൻ ഇബ്നു അബ്ബാസ് ഫീ ഖൗലിഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വമൻ ദഖലഹു കാന ആമിന, ആര് മക്കയിൽ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനാകുമെന്ന് പറഞ്ഞാൽ, മൻ ആദ ബിൽ ബൈത്തി ആദഹു അൽ ബൈത്ത്, ആരെങ്കിലും കഅബയിൽ അഭയം തേടിയാൽ കഅബ അവൻ അഭയം നൽകും. വലാകിൻ, ആര് പക്ഷേ ഈ
കഅബയിൽ അഭയം തേടിയാൽ അയാൾ ആരാണ്? ലാ യുഅവ വലാ യുത്അമ വലാ യുസ്ഖ. അവൻ മറ്റൊരാൾക്കും അഭയം നൽകാത്തവനാണെങ്കിൽ പോലും, അവൻ മറ്റൊരാൾക്ക് ഭക്ഷണം നൽകാത്തവനാണെങ്കിൽ പോലും, അവൻ മറ്റൊരാൾക്ക് കുടിക്കാൻ വെള്ളം നൽകാത്തവനാണെങ്കിൽ പോലും അവന് ഭക്ഷണവും നിർഭയത്വവും വെള്ളവും ആര് നൽകും? ഈ കഅബ നൽകുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അത്രയും പരിശുദ്ധമാണ്. ആലോചിച്ചോക്കി, ഒരിക്കലെങ്കിലും നമുക്ക് തോന്നിയോ? ഒരിക്കലെങ്കിലും ഒന്ന് പോണം, പണം ചെലവാക്കിയിട്ടൊന്ന് പോണമെന്ന്, പണം ചെലവാക്കിയിട്ടൊന്ന് പോകണമെന്ന് തോന്നിയോ? ഇത്രയും നിർഭയത്വമുള്ള ഒരു മണ്ണിലേക്ക്. എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയണം, ഇനി ഈ പറഞ്ഞ വ്യക്തി ആ കഅബയിൽ നിന്ന് പുറത്തിറങ്ങിയാലോ അയാൾ വീണ്ടും പഴയതിൽ തന്നെയാണ്. അയാൾ ആർക്കും തിന്നാൻ കൊടുക്കൂല, കുടിക്കാൻ കൊടുക്കൂല, അഭയം നൽകൂല. പക്ഷെ അയാൾ കഅബയിലേക്ക് ചെന്നാലോ കഅബയും കഅബയിലുള്ളതും അയാൾക്ക് ഇതെല്ലാം നൽകുമെന്നാണ്. അല്ലാഹു അക്ബർ കബീറ. ഇതാണ് പ്രിയമുള്ളവരെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ. കഅബ അത്തരക്കാർക്ക് പോലും ഒരു ഷെൽട്ടറാണ്, ഒരു തണലാണ് എന്നർത്ഥം. അല്ലാഹു അക്ബർ കബീറ. അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ പറ്റും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥിക്കുന്നത്? وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا. എന്റെ റബ്ബേ, നീ ഒരു നാടിനെ, ഈ മണ്ണിനെ ഒരു നിർഭയമായ നാടാക്കണമേ, നിർഭയത്വമുള്ളതാക്കണമേ. ഇതാരോടാ? അല്ലാഹു മുഹമ്മദ് നബിയോട് പറയാം. തഫ്സീറിൽ കാണാം, മുഹമ്മദ് നബിയെ ഓർക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം എന്താണത്? എന്റെ റബ്ബേ, നീ മക്കയെ ഒരാളും ഉപദ്രവിക്കപ്പെടാത്ത നിർഭയത്വത്തിന്റെ നാടാക്കണമേ. ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹത്തുക്കൾ പറയാണ്, പണ്ഡിതന്മാർ വിശദീകരിക്കണം തഫ്സീറിൽ, ഹാദാ ദുആഉൻ ദഅാ ബിഹി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. ഫസ്തജാബ ലഹു ദുആഅഹു ഫജഅലഹു ബലദൻ ആമിനൻ. അദ്ദേഹത്തിന്റെ ദുആഇന് ഉത്തരം ലഭിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കയെ ഒരു സുരക്ഷിത രാജ്യമാക്കിയെന്നാണ്. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആന്റെ പല സ്ഥലത്തും പറഞ്ഞു. 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിന്റെ 67 പറഞ്ഞു, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫു അന്നാസു മിൻ ഹൗലിഹിം. നിർഭയമായ സുരക്ഷിതമായ ഒരു പവിത്ര സങ്കേതം നാം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നവർ കണ്ടില്ലേ? അവരുടെ ചുറ്റുഭാഗത്തു നിന്നാകട്ടെ ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഈ കഅബാലയത്തിന്റെ സംരക്ഷകർ ഖുറൈശികളായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലായിരുന്നു. ഒരുപാട് നിഅമത്തുകൾ അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതാണ് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികൾക്ക് അല്ലാഹു നൽകിയ നിഅമത്താണത്. എന്താണ് നിഅമത്ത്? അവിടെ നിർഭയത്വമുണ്ട് എന്നതാണ്, അവിടെ സംരക്ഷണമുണ്ട് എന്നതാണ്, അതൊരു തണലാണ് എന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്രത്തോളം ജാഹിലിയത്തിലും ശേഷം ഇസ്ലാമിലും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെയും മക്കയെ നിർഭയത്വമുള്ള മണ്ണാക്കിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ആ മണ്ണിലേക്ക് ഒരിക്കലെങ്കിലും പോണം നമുക്ക് തോന്നിയോ? പോയ ആളുകൾക്ക് വീണ്ടും വീണ്ടും കൽബങ്ങോട്ട് ഒരു ബന്ധമുണ്ടായോ? അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രല്ല, അള്ളാന്റെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്കിഷ്ടം അവിടെയാണ്, എനിക്കിഷ്ടം ഇവിടെയാണ്, എനിക്ക് എന്റെ ബാപ്പാന്റെ പോലെ നാടാ ഇഷ്ടം, അല്ല എന്റെ ഉമ്മാന്റെ നാടാ ഇഷ്ടം, അല്ല ഇന്ന പ്രദേശം ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്നാലേ നിങ്ങൾ ആരെങ്കിലും അള്ളാന്റെ ഇഷ്ടത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരൊറ്റ മണ്ണേ ദുനിയാവിലുള്ളൂ, അത് പരിശുദ്ധ മക്കയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് അത് പരിശുദ്ധ മക്കയാണ്. ഞാൻ പറഞ്ഞല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത് എവിടെ അറിയോ? ഹിജറക്കൊരുങ്ങിയിട്ടാണ്. ഹിജറ പോകുന്ന നബി, മദീനയിലേക്ക് ഹിജറ പോകുന്ന നബി തിരിഞ്ഞു നിന്നിട്ട് മക്കയെ നോക്കിയിട്ട് പറയുന്ന ഒരു ഹൃദയവാചകമാണത്. ഖൽബിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാക്ക്. എന്താ വാക്കെന്നറിയോ? വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ്, ഇന്നകി ലഖൈറു അർളില്ലാ, നിശ്ചയമായും നീ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഒരു മണ്ണാണ്. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ്, നാടാണ്. വലൗലാ ഇന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, അള്ളാഹിനെ തന്നെയാണ്, ഇവരെന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മക്കയെ നിന്നെ വിട്ടു പോകുമായിരുന്നു. വ്യത്യസ്ത റിവായത്തുകളിലെ ഇമാം അഹ്മദും ഇബ്നു മാജയും തിർമിദിയും ഒക്കെ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് മക്കയാണ്. പ്രിയമുള്ളവരെ, നമുക്കോ ചില ആളുകളൊക്കെ
രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഗീർവാണ പ്രസംഗങ്ങളുണ്ട്. വളരെ മോശമായ ചില സംസാരങ്ങൾ. അവര് പറയും സ്വന്തം നാട് തന്നെയാണ് പരമപ്രധാനം എന്നൊക്കെ. ശരിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മണ്ണേതാണ്? അതൊരു വിശ്വാസിക്ക് പരമപ്രധാനമാണ് മറ്റെല്ലാറ്റിനെക്കാളും. അതും ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. മക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു നോക്കേണ്ട പ്രധാനപ്പെട്ട മേഖല. അതുപോലെ പവിത്രമായ നിർഭയത്വമുള്ള ഈ രാജ്യത്തെ പിടിച്ച് അല്ലാഹു തആല സത്യം ചെയ്ത വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. എത്ര സ്ഥലത്ത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഏതാണ് ബലദ്? മക്കയാണ്. അതുപോലെ വഹാദൽ ബലദിൽ അമീൻ, നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ് 95-ാം അധ്യായം. ഈ നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം. ഏതാണത്? യഅനി മക്ക. ഖാലഹു ഇബ്നു അബ്ബാസ് വമുജാഹിദ് വഇക്രിമത്ത് വൽഹസൻ, അതുപോലെ ഇബ്രാഹിമുൻ നഖഖി വഇബ്നു സൈദ് വകഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹും വറഹിമഹുമുല്ലാഹു റഹ്മതൻ വാസിഅ. അഹ്ലുസ് സുന്നയുടെ മുഫസ്സിറൊക്കെ പഠിപ്പിച്ചത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണെന്ന്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല മക്കയെ പിടിച്ച് സത്യം ചെയ്യാണ്. എന്താണെന്നറിയോ? മക്കയിൽ താമസിക്കുമ്പോഴും അവിടെ സന്ദർശിക്കുമ്പോഴുമെല്ലാം ആ നാടിന്റെ പവിത്രതയെ, ഹുർമത്തിനെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് പ്രത്യേകത പ്രിയമുള്ളവരെ, ഒന്നും രണ്ടുമല്ല, ധാരാളക്കണക്കിന് പ്രത്യേകതകൾ. പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ട 3 പള്ളികളിൽ ഒന്നാമത്തേത് ഹജറുൽ അസ്വദ് പോലെ, മഖാമു ഇബ്രാഹിം പോലെ, സഫാ മർവ പോലെ, അതുപോലെ സംസം പോലെ, ഹജ്ജിന്റെയും ഉംറയുടെയും കേന്ദ്രമായതടക്കം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധ മക്കൾക്ക്. എത്രത്തോളം ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച സ്ഥലമാണ് മക്ക. ഉപരിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇടയ്ക്കിടെ അല്ലാഹുവിന്റെ വഹയുമായി ഇറങ്ങി വന്നിരുന്ന സ്ഥലമാണ് വിശുദ്ധ മക്ക. ഇവിടെയാണ് പ്രിയമുള്ളവരെ അന്തിമ വേദഗ്രന്ഥമായ നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വല്ലാത്ത വാക്കുണ്ട് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ. നിശ്ചയമായും ഇസ്ലാമിന്റെ തുടക്കം അപരിചിതത്വത്തിലാണ്. അതിലേക്ക് തന്നെ അത് മടങ്ങും. അത് 2 പള്ളികൾക്കിടയിൽ ചെന്നു ചേരും. എങ്ങനെ അറിയോ? പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ചെല്ലുന്നത് പോലെ ഈമാൻ അഭയം തേടുന്ന മണ്ണാണ് പരിശുദ്ധ മക്ക. ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കെങ്കിലും അത് വീണ്ടും വീണ്ടും കാണണം, പോകണം എന്നൊരു താല്പര്യം ഉണ്ടായോ? അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെയാണ് പ്രിയമുള്ളവരെ, അവിടെയാണ് ഈ കേരളീയരായ നമ്മളെ മുഴുവനും പ്രതിനിധീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഹാജിമാര് കടന്നു ചെല്ലുന്നത്. എങ്ങനെ? ഉച്ചത്തിൽ തൗഹീദിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട്. ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, എല്ലാം കഴിഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹല്ല ബിത്തൗഹീദ്, തൗഹീദിന്റെ വാചകം മുഖത്ത് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളീയരായ ഹാജിമാര് പോലും കടന്നു ചെല്ലുന്നത് ഈ വിശുദ്ധമായ മണ്ണിലേക്കാണ്. അല്ലാഹു അക്ബർ. എങ്ങനെ? കണ്ണ് നനയുന്നവരായി, നെഞ്ചകം, ഖൽബ്, റൂഹ് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിനാൽ വിശാലമായവരായി. കാരണം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വീട്ടിൽ നിന്ന് കിട്ടാത്തത്, ഇണയിൽ നിന്ന് കിട്ടാത്തത്, മക്കളിൽ നിന്ന് കിട്ടാത്തത്, നാട്ടിൽ നിന്ന് കിട്ടാത്തത് അല്ലാഹു ഒരുക്കി വെച്ച ഒരു നാട്ടിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുള്ള ആ ദിക്റിനാൽ ഹൃദയം വിശാലമായി. എത്രത്തോളം അറിയും? സ്വത്വബോധവും സ്വതന്ത്ര ചിന്തയും നിറഞ്ഞവരായി മാറാനാകുന്ന നിമിഷങ്ങൾ. അടിമവേല ചെയ്യുന്ന നാടുണ്ടായിരുന്നു, അടിമവേല ചെയ്യുന്ന നാട്. മറ്റുള്ളവരാൽ ചമ്മട്ടിപ്രഹരങ്ങൾക്ക് വിധേയമാകുന്ന മണ്ണുണ്ട് ഇന്നും. ആ മണ്ണിൽ നിന്നൊക്കെ പ്രതിനിധികൾ, ഫലസ്തീനിന്റെ പ്രതിനിധികൾ, സിറിയയുടെ പ്രതിനിധികൾ, ഉത്തരേന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ളവർ അവരുടെ സങ്കടം, നാടിന്റെ സങ്കടം, മണ്ണിന്റെ സങ്കടം മുഴുവൻ പറയാൻ തെരഞ്ഞെടുക്കുന്ന അല്ലാഹുവിന്റെ ഭൂമി. അതാണ് ബലദു മക്ക. അല്ലാഹു സഹായിച്ചിട്ട് നമുക്കും അവിടേക്ക് പോകാനാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പരിശുദ്ധ കഅബാലയും മസ്ജിദുൽ ഹറാമും
പരിസരത്തുള്ള അല്ലാഹുവിന്റെ ശിആറുകൾ മുഴുവനും നിലനിൽക്കുന്ന മണ്ണിൽ ഇടയ്ക്കിടെ സന്ദർശിക്കാനും അല്ല അള്ളാഹു തൗഫീഖ് ചെയ്താൽ സ്ഥിരം താമസിക്കാനൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, ഈ അനുഭൂതികളെല്ലാം നമുക്ക് വേണം. നമ്മൾ പ്രാർത്ഥിച്ചോ ഈ ഒരു മക്കയിലെത്താൻ? നമ്മൾ പ്രവർത്തിച്ചോ അതിനുവേണ്ടി? അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയോ? എന്താ അവസരം എന്നറിയോ? ആ പരിശുദ്ധ ഹറമിൽ ഒരു വഖത്ത് കിട്ടാൻ, ഒരു വഖത്ത് നിസ്കരിക്കാൻ. എന്താ ഒരു വഖത്ത് നിസ്കാരത്തിന് പറ്റി അറിയോ? 1,00,000 പ്രതിഫലം. 1,00,000 ഒരു പുരുഷായുസ് ഇവിടെ ജീവിച്ച കിട്ടാത്താണ് അള്ളാഹു തആല ഒരുക്കി വെച്ചത്. നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം, പണിയെടുക്കുകയും വേണം. റബ്ബിനോട് നിരന്തരം ആവശ്യപ്പെടണം. ജമാഅത്തായിട്ട് 10 15 അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിസ്കരിക്കാനാകാന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ട് നമ്മൾ ധൃതി കാണിക്കണം. വിശിഷ്യ ഹജ്ജിനും ഉംറക്കും നമ്മൾ ധൃതി കാണിക്കണം. ഹജ്ജിനും ഉംറക്കും വേണ്ടി നമ്മൾ ധൃതി കാണിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ. സുനൻ അബൂ ദാവൂദിൽ 1732 നമ്പർ ഹദീസാണ്. ശറഹിൽ കാണാം, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സമ്പത്തുണ്ട്, യാത്രാ സൗകര്യമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും അനുകൂലമായാൽ അത് നിർവഹിക്കാൻ തിടുക്കം കാണിക്കണം, പിന്നെ മാറ്റിവെക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ധാരാളക്കണക്കിന് ഹദീസുകൾ കാണാൻ പറ്റും. അതിലൊന്ന് ഒരു അസർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ തൊട്ടാണ് ഇമാം അഹ്മദ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, തഅജ്ജലു ഇലൽ ഹജ്ജ്. ക്ഷമിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഅജ്ജലു ഇലൽ ഹജ്ജ്. നിങ്ങൾ ഫർളായ യഅനി അൽ ഫരീള, ഫർളായ ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധം കാണിക്കണം, ധൃതി കാണിക്കണം. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു. കാരണം നിങ്ങളിൽ ഒരുത്തന് എന്തൊക്കെ തടസ്സം ഉണ്ടാകാന്ന് പറയാൻ പറ്റില്ല, അറിയില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയണമെന്നറിയോ? ഹദീസിന് സൂചിപ്പിക്കുന്ന തടസ്സം എന്തറിയോ? ശരിക്കും എല്ലാവരും ഗൗരവത്തിൽ കാണണം. എന്താന്ന് വെച്ചാല് രോഗം വരാം. ഒരു പക്ഷെ സമ്പത്തും ആരോഗ്യം എല്ലാം ഉണ്ടായിട്ടും ഹജ്ജ് കാലതാമസം നേരുന്നുണ്ടെങ്കിൽ, ഉംറക്ക് പോകാൻ എപ്പോഴും തടസ്സം ഉണ്ടെങ്കിൽ രോഗം വരാം, ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, മറ്റ് യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാം, കുടുംബജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയ മുസീബത്ത് മരണം വരെ വരാം. അതിനാൽ ഹജ്ജിന് കഴിവുള്ള ആൾക്കാർ, അല്ല ഉംറക്കും കഴിവുള്ള ആളുകൾ അത് അനാവശ്യമായി താമസിപ്പിക്കരുത് എന്നതാണ് ഈ ഹദീസിന്റെ കാശം. അതുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിൽ വേണം. എന്തായിരുന്നു സലഫുകളുടെ നിലപാടെന്നറിയോ? അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്തറിയോ? പൂർവികരുടെ നിലപാടെന്തറിയോ? സ്വർഗത്തിന്റെ അഹലുകാരാണെന്ന് പറയുന്ന സഹാബത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ലിയമുത് യഹൂദിയൻ ഔ നസ്റാനിയൻ റജുലുൻ മാത വലം യഹുജ്ജ വജദ ലിദാലിക സഅതൻ വഖുല്ലിയത സബീലു ലി ലാ ഹിജ്ജത്തുൻ അഹ്ജുഹാ വഅന ളറൂറ അഹബ്ബു ഇലയ്യ മിൻ 6 ഗസവാത്തിൻ ഔ 7. കഴിവുണ്ട്, ശാരീരികമായ കഴിവുണ്ട്, സാമ്പത്തിക കഴിവുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. എന്നിട്ടും മറ്റ് തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടും ഹജ്ജ് നിർവഹിക്കാതെ മരിച്ചവൻ യഹൂദിയോ നസ്രാനിയോ ആയി മരിക്കട്ടെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഞാൻ പറഞ്ഞല്ല, ഖത്തീബ് പറഞ്ഞല്ല, വലിയ ഖത്തീബായ ഉമർ ഖത്താബ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, 7 or 8 യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ, ആ ജിഹാദിൽ പങ്കെടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിർബന്ധമായ ഒരു ഹജ്ജ് നിർവഹിക്കുന്നതാണെന്നാണ്. നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ അതിന് എത്ര ഗൗരവമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ്, ആയിഷ ബീവി ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ഏറ്റവും അഫ്ളലായ ജിഹാദ് ഹജ്ജാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും ആയിഷ ബീവിയുടെ റസൂലുള്ള പറയാ, സ്ത്രീകളെ നിങ്ങൾക്ക് ഏറ്റവും അഫ്ളലായ ജിഹാദ് അത് ഹജ്ജാണെന്ന്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രമുഖ താബിഈയായ അസ്വദ് ഇബ്നു യസീദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് തന്റെ അയൽവാസിയോട് പറയാണ്, ആരാ അയൽവാസി? പൈസക്കാരാണ്, സമ്പത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് പറയാണ്, ലൗ മിത്ത, ശരിക്കും ശ്രദ്ധിക്കണം, ലൗ മിത്ത വലം തഹുജ്ജ ലം ഉസല്ലി അലൈക. ഹജ്ജ് ചെയ്യാതെയാണ് നിങ്ങൾ മരിക്കണമെങ്കിൽ നിങ്ങളെ മേലെ ഞാൻ ഒരിക്കലും നിങ്ങളെ മയ്യത്ത് നിസ്കരിക്കൂല. നിങ്ങൾ മനസ്സിലാവണ്ട? നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണ്ടോ? പണമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാൻ കാലതാമസം നേരിടുന്നവരോട് പറയണം,
നീ ഇങ്ങനെ എങ്ങാനും മരിച്ചാല് നിന്റെ മയ്യത്തെ നിസ്കരിക്കൂല. ആരാ പറഞ്ഞത്? അള്ളാഹന്റെ റസൂലിന്റെ സ്വഹാബത്ത് നിന്ന് ദീന് പഠിച്ച മഹാത്മാ. എത്രത്തോളം വെച്ചാല് മഅഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല സ്വഹാബിയാണ്. അദ്ദേഹം കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ ഒരു മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞതറിയോ? മാത വഹുവ ലില്ലാഹി ആസിൻ. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എത്ര ഗൗരവമാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ലൗ കാന ലീ ജാറുൻ മൂസിറുൻ ثم മാത് വലം യഹുജ്ജ ലം ഉസല്ലി അലൈഹി. ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ട ധനികനായ അയൽവാസി എനിക്കുണ്ടായിരുന്നെങ്കിൽ അവന് വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല. മുസന്നഫ് ഇബ്നു അബീ ഷൈബ ഹദീസ് അത്തറുകൾ സ്വീകാര്യോഗ്യമാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച്, പ്രിയപ്പെട്ടവരെ, മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഇജ്മാഅ വിഷയത്തിൽ എന്തറിയോ? കഴിവുണ്ടായി ആരോഗ്യപരമായും സാമ്പത്തികമായും ഒക്കെ ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടൊന്ന് നീട്ടിവെക്കൽ കുറ്റമാണ്, അത് പാപമാണ് എന്ന് അഇമ്മത്തുകൾ മുഴുവൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നാൽ എന്താ കുഴപ്പമെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ യഖൂലു തആല. അല്ലാഹു പറയുന്നതായിട്ട് ഹദീസ് ഖുദ്സിയാണ്. അല്ലാഹു തആല പറയാണ്, ഇന്ന അബ്ദൻ അസ്ഹഹ്തു ലഹു ജിസ്മഹു വവസ്സഅതു അലൈഹി ഫീ മഈശതിഹി തംദി അലൈഹി 5 അഅവാമിൻ ലാ യഫിദു ഇലയ്യ ലമഹറൂമുൻ ലാ യഫിദു ഇലയ്യ ലമഹറൂമുൻ. ഒരടിമ അവന്റെ ശരീരത്തിന് നാം സൗഖ്യം നൽകി, ആരോഗ്യം നൽകി, ഉപജീവന മാർഗം വിശാലമാക്കുകയും ചെയ്തിട്ട് 5 വർഷം തികഞ്ഞിട്ടും എന്റെ അടുക്കലേക്ക് അവൻ യാത്ര പോന്നിട്ടില്ലെങ്കിൽ, ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവൻ നന്മയിൽ നിന്ന് തടുക്കപ്പെട്ടവനാകുന്നു എന്ന് അല്ലാഹു പറയുന്നതായി ശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലേക്ക്, ഉംറയിലേക്ക് നമ്മൾ ധൃതി കാണിക്കുന്നവരാകണം. അത് മുഴുവനും നിലനിൽക്കുന്നത് പരിശുദ്ധ മക്കയിലും അതിന്റെ പരിസരത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂടെ കൂടെ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനുള്ള സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അലസതയിൽ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇബാദത്തിന്റെ എല്ലാ തലങ്ങളിലും പരിപൂർണ ശ്രദ്ധ ചെലുത്താൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ, കരുണ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനിലായി ജീവിച്ച് ഈമാനിലായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദിനെ ഹഖഖ തൗഹീദ്, തൗഹീദിനെ സാക്ഷാത്കരിച്ച് സുന്നത്തിനെ അടിസ്ഥാനമാക്കി ജീവിക്കാൻ അല്ലാഹു സഹായിക്കട്ടെ. അങ്ങനെ മരണമടയാനും അല്ലാഹു സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഹജ്ജിനും മറ്റുമായി പോയ ആളുകൾക്ക് അല്ലാഹു തആല ഏറ്റവും ഖൈറായ രീതിയിൽ ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.